ഏതെങ്കിലും പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്ത് നടത്തിയാൽ അപ്പോൾ അവിടെ പ്രതിഷേധത്തിന്റെ കൊടിയുയരും. കൊടി പിടിച്ച് അധികാരത്തിലെത്തിയവർ വേണ്ട വിധത്തിൽ നോക്കാതെ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടിയാണ് ഇതെന്നുകൂടി നാം ഓർക്കണം. സർക്കാർ ഉടമസ്ഥതയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഭാവിയിൽ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നും അമിത ലാഭത്തിന് ശ്രമിക്കാതെ സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ഉതകുമെന്നുള്ള സങ്കല്പത്തിലാണ് ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ പിന്നീട് ഈ സ്ഥാപനങ്ങൾ നാടിനും നാട്ടുകാർക്കും ബാധ്യതയായി മാറുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചതിനോടൊപ്പം സ്വകാര്യ മേഖലയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയവും നമ്മുടെ ഭരണാധികാരികൾ പിന്തുടർന്നില്ല. ഇന്ത്യയുടെ വളർച്ച കെട്ടിക്കിടക്കുന്ന ജലം പോലെ സ്തംഭനാവസ്ഥയിൽ വർഷങ്ങളോളം തുടരാൻ സ്വകാര്യ മേഖലയെ ചൂഷകകരമായി മാത്രം കണ്ട ഈ തെറ്റായ തീരുമാനം ഇടയാക്കി. ഇക്കാണുന്ന വളർച്ചകളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങൾ നേടിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു. അതിൽ പ്രധാന പങ്കുവഹിച്ചത് സ്വകാര്യ മേഖല തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ ലൈസൻസ് രാജിന്റെ പേരിൽ അത് തടസ്സപ്പെടുകയാണ് ചെയ്തത്. പഴയ കാലങ്ങളിൽ ദേശസൽക്കരണത്തിനാണ് ജനങ്ങൾ കൈയടിച്ചിരുന്നത്. ടാറ്റ കമ്പനി നല്ല നിലയിൽ നടത്തിയിരുന്ന ടാറ്റ എയർലൈൻസ് പോലും ദേശസൽക്കരിച്ച് എയർ ഇന്ത്യയാക്കി മാറ്റുകയാണ് അന്നത്തെ ഭരണാധികാരികൾ ചെയ്തത്. ലക്ഷക്കണക്കിന് കോടികൾ നഷ്ടത്തിലായ ആ കമ്പനി ദശാബ്ദങ്ങൾക്ക് ശേഷം ടാറ്റ കമ്പനിക്ക് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിന് കീഴിൽ ആകെ 149 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇതിൽ 77 നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 18 പേരിന് പോലും പ്രവർത്തനമില്ലാത്തവയാണ്. 54 മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലക്ക് വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്ന് പല നിർദ്ദേശങ്ങളും ഉയർന്നു വരുന്നുണ്ട്. വർഷങ്ങളായി സർക്കാർ വായ്പ എടുത്തു നൽകിയും മറ്റും പരിപാലിക്കുന്ന 36 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വായ്പയുടെ പലിശ പോലും തിരിച്ചു നൽകാനായിട്ടില്ല. ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുവാൻ സ്വകാര്യ സ്ഥാപനങ്ങളും മറ്റും തയ്യാറായാൽ അത് വിട്ടുകൊടുക്കുന്നതാണ് സർക്കാരിന്റെ ഖജനാവിനും അവിടെ ജോലി ചെയ്യുന്നവർക്കും നല്ലത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ സർക്കാർ ഇത്തരം കമ്പനികൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തുവാൻ നിർബന്ധിതമാവുകയും കമ്പനിയുടെ വാതിൽ എന്നേക്കുമായി അടയുകയും ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സർക്കാരിന് വരുത്തിവെച്ച നഷ്ടം 18,026 കോടിയാണ്. സ്വകാര്യ നിക്ഷേപത്തിന് അനുകൂലമായി നയം മാറ്റുക എന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. എന്തിനേയും എതിർക്കുന്ന സമീപനമല്ല സ്വകാര്യ നയത്തിൽ സർക്കാർ പിന്തുടരേണ്ടത്. ഉദാഹരണമായി തിരുവനന്തപുരം എയർപോർട്ട് ചൂണ്ടിക്കാട്ടിയാൽ അവിടെ സമീപകാലത്തുണ്ടായ വികസന മാറ്റങ്ങളും പ്രായോഗിക പരിഷ്കരണങ്ങളും ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ്. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് 50 വർഷത്തേക്ക് നടത്തിപ്പിന് നൽകിയതോടെയാണ് നല്ല മാറ്റങ്ങൾ പ്രകടമായത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അഹമ്മദാബാദ്, ലക്നൌ, മംഗലാപുരം എന്നീ വിമാനത്താവളങ്ങൾ നേരത്തെ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പിന് നൽകിയിരുന്നു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വരുമാനം കൂട്ടുവാനും വിമാനത്താവളങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാനുമാണ് സ്വകാര്യവൽക്കരണം എന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. റെയിൽവേയിലും പടിപടിയായി സ്വകാര്യവൽക്കരണം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പല സേവനങ്ങളും നിലവിൽ സ്വകാര്യ മേഖലക്ക് കരാർ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും സ്വകാര്യവൽക്കരണം പല രീതിയിൽ നടക്കുന്നുണ്ട്. പൊതുമേഖലയിലെ സർവകലാശാലകൾ നൽകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സ്വകാര്യ സർവകലാശാലകൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും സ്വകാര്യവൽക്കരണം വരുത്തിയ മാറ്റങ്ങൾ ഏറെയാണ്. മെച്ചപ്പെട്ട ചികിത്സ പ്രതിപക്ഷ പാർട്ടികൾ ഈ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുമ്പോഴും അത്തരത്തിലുള്ള ശരികളെ സംബന്ധിച്ച ധാരണയും അവർക്ക് തന്നെയുണ്ട്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ പല ഘട്ടങ്ങളിലും സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്.